നമസ്കാരം. CMRL എക്സാലോജിക് കേസിൽ വൻ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ 25-ാം തീയതി ED വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. 29-ാം തീയതിയായിരുന്നു വീണ വിജയനോട് CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മാസപ്പടി വിവാദവുമായി അന്വേഷണത്തിന് ED കൊച്ചി ഓഫീസിൽ വീണയോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നത് 29-ാം തീയതിയായിരുന്നു. എന്നാൽ 25-ാം തീയതി തന്നെ വീണ ചോദ്യം ചെയ്യലിന് എത്തിയപ്പോൾ തന്നെ അസ്വാഭാവികമായ ചില നടപടിക്രമങ്ങൾ അതിന് പുറകിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീണ 25-ാം തീയതി EDയുടെ ഓഫീസിലെത്തുന്നതിന് തൊട്ട് ഒരു ദിവസം മുൻപാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനും CMRLും തമ്മിൽ നടത്തിയ പണമിടപാടുകളുടെ വിശദമായ രേഖകൾ, വീണ വിജയൻ്റെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പണ ഇടപാടുകളുടെ സൂചനകൾ എന്നിവയടങ്ങുന്ന ഏതാണ്ട് 134 രേഖകളും അനുബന്ധ തെളിവുകളും അടങ്ങുന്ന രേഖകൾ PMLA കോടതിയുടെ ഉത്തരവ് പ്രകാരം EDക്ക് കൈമാറ്റം ചെയ്യുന്നത്. എന്നാൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൈമാറ്റം ചെയ്ത ഈ രേഖകളും അനുബന്ധ തെളിവുകളുമൊന്നും വിശദമായി പഠിക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ EDക്ക് സമയം കിട്ടുന്നതിന് മുൻപായിക്കൊണ്ട് തന്നെ എന്ന് തോന്നുന്ന വിധമാണ് വീണ വിജയനെ 25-ാം തീയതി തന്നെ കൊച്ചിയിലെ EDയുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. രാവിലെ 9:30-ക്ക് തന്നെ വീണ വിജയൻ മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കൊച്ചിയിലെ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 11 മണിക്ക് മാത്രമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഏതാണ്ട് 10 മണിക്കൂറോളമാണ് വീണ വിജയനെ 25-ാം തീയതി ED ചോദ്യം ചെയ്തത് എന്ന് പറയുമ്പോൾ വിശദമായ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ED ഇതിനോടകം തന്നെ വീണ വിജയനിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മെയ് 27-ാം തീയതി തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റെയ്ഡിൽ നിന്നും വീണ വിജയൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളടക്കം വീണയുടെ ഫോണടക്കം നിരവധി വിലപ്പെട്ട രേഖകൾ ED കടത്തിക്കൊണ്ടുപോയി പിന്നീട് തിരുവനന്തപുരം ആയുർവേദ മുക്കിലുള്ള HDFC ബാങ്കിലെ വീണ വിജയൻ്റെ ലോക്കർ തുറന്ന് ED പരിശോധിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 29-ാം തീയതി വീണ വിജയനോട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൊച്ചിയിലെ ED ഓഫീസിൽ എത്താൻ വേണ്ടി പറഞ്ഞിരുന്നത്. എന്നാൽ 29-ാം തീയതി വീണ എത്താൻ അസൗകര്യം കാണിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ED 25-ാം തീയതി തന്നെ ED ഓഫീസിലേക്ക് വീണ വിജയൻ എത്തിച്ചേരുന്നു. എന്തായാലും ചോദ്യം ചെയ്യൽ ഏതാണ്ട് 10 മണിക്കൂർ നേരം നീണ്ടു. അതിന് മുൻപായിക്കൊണ്ട് കൊച്ചിയിലെത്തി വീണ വിജയൻ ഏതാണ്ട് 9 മണിക്കൂർ നേരമാണ് 8:30-9 മണിക്കൂർ നേരമാണ് ED ചോദ്യം ചെയ്തത്. അങ്ങനെ ആകെ ഏതാണ്ട് 19 മണിക്കൂർ നേരമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ED വീണ വിജയനെ ചോദ്യം ചെയ്തത് എന്ന് പറയുമ്പോൾ നിർണായകമായ പല വിവരങ്ങളും വീണ വിജയനിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. അഥവാ വീണ നൽകിയ മൊഴികൾ പലതും പൊരുത്തക്കേട് തന്നെയായിരുന്നു എന്ന് പറയപ്പെടുന്നു. CMRL കമ്പനി ഉടമയുടെ ഭാര്യ ജയ കർത്തയെയും CMRL ഉടമയായ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ കർത്തയെയും മകൾ ഷിബി കർത്തയെയുമെല്ലാം CBI പ്രത്യേകം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വീണ വിജയനെ 2 തവണ ED ചോദ്യം ചെയ്യുമ്പോൾ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വീണ വിജയനോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും അവ്യക്തമായ ഉത്തരങ്ങളോ അഥവാ എനിക്കറിയില്ല, ഓർമ്മയില്ല എന്നൊക്കെ തന്നെയുള്ള ഉത്തരങ്ങളാണ് വീണ വിജയന് കിട്ടിയത്. അതായത് 2016 മുതൽ വീണ വിജയനുമായി നടന്നു എന്ന് പറയപ്പെടുന്ന CMRLലെ ഈ 1,78,00,000 രൂപയുടെ കരാറും അതുപോലെ 50 ലക്ഷം രൂപ വീണ വിജയന് വായ്പ കൊടുത്തു എന്ന് പറയുന്ന CMRLലെ എൻപവർ ഇന്ത്യ എന്ന കമ്പനിയുമായി നടന്ന ഇടപാടുകളുമെല്ലാം വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോൾ പലതിലും തനിക്കറിയില്ല, അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടോ അത് തനിക്കറിയില്ല എന്നൊക്കെയാണ് വീണ മറുപടി നൽകിയത്. ഇത് അഭിഭാഷകർ പറഞ്ഞു കൊടുത്ത മറുപടി വീണ EDയുടെ മുമ്പിൽ പറഞ്ഞതാണോ എന്നറിയില്ല. എന്നാൽ ED കൃത്യമായ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കമ്പനിക്ക് നൽകിയത് എന്നുള്ള ചോദ്യത്തിന് സാങ്കേതികപരമായി വീണ വിജയന് IT മേഖലയെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് EDക്ക് വ്യക്തമായിരിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും വീണ നൽകിയ ഉത്തരങ്ങൾ ഒട്ടും തന്നെ തൃപ്തിജനകമായിരുന്നില്ല.
വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതൊരു വെർച്വൽ കമ്പനിയായി തന്നെയാണ് കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതൊരു വെർച്വൽ അഡ്രസ്സാണ് കൊടുത്തിരുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. വീണ അങ്ങനെ തന്നെയാണ് ഇ ഡിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ സേവനങ്ങളുമായി വീണയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു സോഫ്റ്റ്വെയറാണ്, ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറാണ് വീണയുടെ എക്സാലോജിക് എന്ന കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സേവനമാണ് CMRL ലഭ്യമാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ കരിമണൽ എന്ന ധാതുവിൽ നിന്നും സിന്തറ്റിക്കും റൂട്ടൈലും എല്ലാം വേർതിരിച്ചെടുത്ത് തോറിയം അതുപോലെ തന്നെ പ്ലൂട്ടോണിയം മുതലായിട്ടുള്ള മൂലകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രക്രിയകളാണ് അല്ലെങ്കിൽ അത്തരം പണികളാണ് CMRL നടക്കുന്നത്. അത്തരം ഒരു കമ്പനിക്ക് എന്തിനാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറിലെ സഹായം എന്നുള്ളത് ചോദ്യം തന്നെയാണ്. അതിനൊന്നും തൃപ്തികരമായ മറുപടി വീണ വിജയന് നൽകാൻ സാധിച്ചില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള വീണ വിജയനിൽ നിന്ന് കിട്ടിയ മൊഴികളുടെ വൈരുദ്ധ്യവും പൊരുത്തക്കേടുകളുമെല്ലാം പരിശോധിക്കുമ്പോൾ CMRLനും വീണ വിജയനും ഇടയിൽ ഇത്തരം കരാർ ഉറപ്പിക്കുന്നതിന് മറ്റാരോ ഒരാൾ, ശക്തനായ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് CMRLനുമായി എങ്ങനെയാണ് എക്സാലോജിക്ക് ഇത്തരത്തിലൊരു വലിയ ഇടപാട്, ഇത്രയും വലിയ ഒരു തുകയ്ക്കുള്ള വേതനത്തിലുള്ള സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു കരാർ എങ്ങനെയാണ് CMRLനുമായി ഉറപ്പിക്കാൻ കഴിഞ്ഞത്? പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത്ര വലിയ ഒരു തുകയുടെ കരാർ എങ്ങനെയാണ് CMRL കമ്പനിയിൽ നിന്നും എക്സാലോജിക് എന്ന വീണയുടെ കമ്പനിക്ക് ഉറപ്പിച്ച് കിട്ടിയത് എന്നുള്ള ചോദ്യത്തിന് വീണയ്ക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണയും എക്സാലോജിക്കും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാറിന് പിറകിൽ കൃത്യമായും വലിയൊരാൾ അല്ലെങ്കിൽ അജ്ഞാതനായ ഒരു ശക്തി കേന്ദ്രമുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ഉറപ്പിച്ചിരിക്കുന്നത്. കാരണം വീണയോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും വീണയ്ക്ക് അറിയില്ല, മറന്നുപോയി, അന്ന് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ എൻ്റെ കയ്യിലില്ല, എക്സാലോജിക് എന്ന കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അന്ന് കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന കമ്പ്യൂട്ടറോ തൊഴിലാളികളോ ഇപ്പോൾ നിലവിലില്ല, അതുകൊണ്ട് തനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയില്ല എന്നൊക്കെ തരത്തിലുള്ള മറുപടികൾ വീണയുടെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയുമായി CMRL കമ്പനിയുമായി ധാരണയിലെത്തി കരാർ ഒപ്പിട്ടത് മറ്റാരുടെയോ പ്രേരണ കൊണ്ടാണ്, മറ്റാരോ ആണ് വീണ വിജയന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു ഉന്നതൻ തന്നെയാണ്. പിണറായി വിജയനെ പോലും പറഞ്ഞ് തിരിക്കത്തക്ക രീതിയിലുള്ള സ്വാധീനം, അതായത് പിണറായി വിജയനെ പറഞ്ഞ് തിരുത്താൻ ശക്തിയുള്ള ഒരു സ്വാധീന ശക്തിയായ ഒരാൾ തന്നെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ഓഫീസിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പോലെ, അല്ലെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അകത്തുപോയ ശിവശങ്കരനെ പോലെയോ ഒരു ശക്തി കേന്ദ്രം പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ വീണയ്ക്ക് വേണ്ടി CMRLുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കരാർ ഒപ്പിടുന്നതിന് വേണ്ടി ഇയാൾ തന്നെയാണ്, ഈ ശക്തി കേന്ദ്രം തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് ഇ ഡിയുടെ ഊഹാപോഹം. ഇ ഡിയുടെ നീക്കവും അതുതന്നെയാണ്. അതായത് പിണറായി വിജയനും വീണയ്ക്കും CMRLനും ഇടയിൽ ഒരു ശക്തി കേന്ദ്രം പ്രവർത്തിച്ചിരിക്കുന്നു. പിണറായി വിജയനെ പോലും തിരുത്താൻ ശക്തിയുള്ള, പിണറായി വിജയനിൽ അത്രത്തോളം സ്വാധീന ശക്തിയുള്ള ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമനിലേക്കാണ് ഇപ്പോൾ അന്വേഷണം ചെന്നു ചേരുന്നത്. വീണ വിജയൻ വെറും കളിപ്പാവ മാത്രമായിരുന്നു CMRL എക്സാലോജിക് എന്ന ഇടപാടിൽ, അല്ലെങ്കിൽ 2,78,00,000 രൂപയുടെ ഒരു സാമ്പത്തിക തിരിമറികളോ കള്ളപ്പണ ഇടപാടുകളോ മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ വെളിവായിരിക്കുന്നത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ, അതായത് 2016 മുതൽ CMRLന് കരിമണൽ എങ്ങനെയാണ് ലഭ്യമായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഈ മൂന്നാമതൊരാളുടെ ശക്തി കേന്ദ്രത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. 2019 കേന്ദ്ര മൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. കേരളത്തിലാവട്ടെ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനങ്ങളിലാവട്ടെ കരിമണൽ ഖനനം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കല്ലാതെ സ്വകാര്യ കമ്പനികൾക്ക് നൽകാൻ പാടില്ല എന്നുള്ള ഉത്തരവ് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജിയോളജി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ 2019 മുതൽ എങ്ങനെയാണ് CMRL എന്ന കരിമണൽ ധാതു ഖനന കമ്പനിക്ക്, അല്ലെങ്കിൽ കരിമണലിൽ നിന്ന് സിന്തറ്റിക് റൂട്ടയിലുമെല്ലാം വേർതിരിച്ചെടുക്കുന്ന ഈ കമ്പനിക്ക് എങ്ങനെയാണ് കരിമണൽ ലഭ്യമായത് എന്നുള്ളൊരു ചോദ്യം നിലവിൽ വന്നിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയമന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഉത്തരവ് വരെ
കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് പൂഴ്ത്തി വെച്ചുകൊണ്ട് CMRLന് അനധികൃതമായി കരിമണൽ പിണറായി വിജയൻ ലഭ്യമാക്കിയിരിക്കുന്നു. ഇതിലൂടെ ഏതാണ്ട് 1600 കോടി രൂപയുടെ കരിമണലാണ് ഇടപാടാണ് CMRLുമായി നടത്തപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വിഹിതം പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട്. അത് മകളുടെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് വന്നിരിക്കുന്ന കേവലം 1,02,78,00,000 രൂപയല്ല, ഏതാണ്ട് 100 കോടിയിൽ പരം പിണറായി വിജയന് ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് CMRLന് അനധികൃതമായി കരിമണൽ കൊടുത്തതിന് എന്നാണ് പറയപ്പെടുന്നത്. ED അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് സൂചനകൾ. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഷോൺ ജോർജുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന രേഖകളിലും തെളിവുകളിലും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ വിജയനെ ബിനാമിയാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് കരിമണൽ ഖനന കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരാണ്, ഏതാണ് ആ അജ്ഞാത കേന്ദ്രം? പിണറായി വിജയനിൽ പോലും വളരെ സ്വാധീനമുള്ള ആ ശക്തി കേന്ദ്രം ഏതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്. വീണ നൽകുന്ന പല ഉത്തരങ്ങളും പൊരുത്തക്കേടുകളുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും വീണയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് അഭിഭാഷകർ പറഞ്ഞു കൊടുത്ത ഉത്തരം മാത്രമല്ല, കേസിൽ നിന്ന് തലയൂരുന്നതിന് വേണ്ടി അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ച ഉത്തരം മാത്രമല്ല, അല്ലെങ്കിൽ ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ മാത്രമല്ല, പലപ്പോഴും പല കാര്യങ്ങളിലും വീണ വിജയന് അറിവില്ലായ്മ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു ED. അങ്ങനെയെങ്കിൽ ആരാണ് വീണയ്ക്കും CMRLനും ഇടനില നിന്നുകൊണ്ടുള്ള ആ ഉന്നതൻ? ആ മൂന്നാമനിലേക്കാണ് അന്വേഷണം പോകുന്നത്. എന്തായാലും വീണ വിജയനിൽ നിന്ന് അന്വേഷണം പിണറായി വിജയനിലേക്ക് നീളും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ ഗതി കാണുമ്പോൾ മനസ്സിലാകുന്നത്. CMRLന് യാതൊരു തരത്തിലും സേവനവും കൊടുക്കാതെ വീണ വിജയന് 2,78,00,000 രൂപ CMRL വെറുതെ കൊടുത്തതല്ല, അത് വീണ വിജയൻ്റെ അച്ഛനായ പിണറായി വിജയനിൽ നിന്നും കരിമണൽ ഖനന കമ്പനിയായ CMRLന് വഴിവിട്ട് ലഭിച്ചിരിക്കുന്ന പല സഹായങ്ങൾക്കുമുള്ള പ്രത്യുപകാരമാണ്, അല്ലെങ്കിൽ പ്രതിഫലമായി തന്നെയാണ് മകളുടെ കമ്പനിക്ക് ഈ 2,78,00,000 രൂപ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിലൊക്കെയോ എത്രയോ വലിയ തുകയാണ് പിണറായി വിജയന് CMRL നിന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് CMRLൻ്റെ കണക്ക് പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. PV എന്ന പേരിലും പിണറായി വിജയൻ എന്ന പേരിലും പിണറായി വിജയന് കൊടുത്ത സംഖ്യകൾ CMRL രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി കേന്ദ്രീകരിച്ച് വീണ വിജയന് CMRLൽ നിന്ന് പണം പോയിട്ടുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ കൂടി നടത്തണം എന്ന് ED പറയുമ്പോൾ, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടുകൂടി അത്തരം അന്വേഷണത്തിന് തുടക്കം കുറിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നടപടികളിലേക്കൊക്കെ ED കടക്കുമ്പോഴും EDക്ക് കൃത്യമായി ഒരു കാര്യം ഇവിടെ മനസ്സിലായിരിക്കുന്നു. വീണ വിജയനും CMRLനും ഇടയ്ക്ക് ഒരു ശക്തി കേന്ദ്രം ഉണ്ടായിരിക്കുന്നു. പിണറായി വിജയനെ പോലും തിരുത്തത്തക്ക രീതിയിലുള്ള സ്വാധീന ശക്തിയുള്ള അതാരാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ED കടന്നിരിക്കുന്നു, ആ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും പിണറായി വിജയനും CMRLും തമ്മിൽ നേരിട്ടുള്ള ഇടപാടുകൾക്കൊന്നും ഇതുവരെയും EDക്ക് രേഖകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും CMRLും എക്സാലോജിക്കും തമ്മിൽ നടന്നിരിക്കുന്ന ഇടപാടുകൾ യഥാർത്ഥത്തിൽ പിണറായി വിജയനും CMRLും തമ്മിലാണ് നടന്നിരിക്കുന്നത് എന്നുള്ള ഊഹാപോഹത്തിലാണ് ED നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ വീണയിൽ നിന്നും ഈ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഇടനിലക്കാരനായി നിന്ന ഈ ഉന്നതനാരാണ് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. അതിലേക്ക് കൂടി ED അന്വേഷിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായിരിക്കും ഈ അന്വേഷണത്തിനൊടുവിൽ ആരാണ് കുടുങ്ങാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കും.